നമസ്കാരം. നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ ഇനി വെറും 21 ദിവസങ്ങൾ മാത്രം. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ വിശ്വസിച്ചേ മതിയാകൂ. കാരണം ജ്യോതിഷപ്രകാരം അത്രയും വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. ഈ പ്രവചനം അച്ചട്ടാകും എന്ന് പഴമക്കാർ പറയുന്നത് പോലെ ഈ വരുന്ന 21 ദിവസത്തിനുള്ളിൽ 27 നക്ഷത്രങ്ങളിൽ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കോടികൾ ഒഴുകിയെത്താൻ പോവുകയാണ്. ഇതൊരു സാധാരണ ധനയോഗമല്ല. തലമുറകൾക്ക് വരെ ജീവിക്കാനുള്ള സമ്പത്ത്, അല്ലെങ്കിൽ തീർത്താൽ തീരാത്ത കടബാധ്യതകൾ ഒറ്റയടിക്ക് മാറുന്ന ഒരു അത്ഭുതം. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഈ 9 നക്ഷത്രക്കാരിൽ ആരെങ്കിലുമുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ വീടിൻ്റെ ദാരിദ്ര്യം പടിയിറങ്ങി പോയിരിക്കുന്നു. ആരൊക്കെയാണ് ആ മഹാഭാഗ്യവാന്മാർ? എന്താണ് ഈ 21 ദിവസത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത്? വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമ്മൾ പറയുന്നത് പൊതുവായ കാര്യങ്ങളാണ്. എന്നാൽ പലർക്കും നല്ല സമയം വന്നിട്ടും ഗുണം കിട്ടാറില്ല. അതിൻ്റെ കാരണം നിങ്ങളുടെ സ്വന്തം ജാതകത്തിലെ ചില തടസ്സങ്ങളാകാം. വിവാഹം വൈകുക, ജോലി കിട്ടാതിരിക്കുക, ഭർത്താവുമായി പ്രശ്നങ്ങൾ, സാമ്പത്തിക തകർച്ച, ഇങ്ങനെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന് കൃത്യമായ പരിഹാരം കാണാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുക. നേരിട്ട് വിളിക്കേണ്ടതില്ല, മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ ജാതകം വിശദമായി പരിശോധിച്ച് എന്ത് തടസ്സമുണ്ടെങ്കിലും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അത് ചെയ്യാവുന്നതുമാണ്. എന്താണ് ഈ 21 ദിവസത്തിൻ്റെ പ്രത്യേകത? അതിൽ പ്രധാന കാരണം ഗ്രഹങ്ങളുടെ സ്ഥാനമാനങ്ങളിലുള്ള മാറ്റമാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖങ്ങളും ഇവർക്ക് മാറും. ജ്യോതിഷത്തിൽ ധനകാരകനായ വ്യാഴവും ഭാഗ്യകാരകനായ ശുക്രനും ഒരേ സമയം ചില നക്ഷത്രക്കാരുടെ അനുകൂല ഭാവങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്ന അപൂർവ സമയമാണിത്. ഇതിൻ്റെ ഫലമായി വിപരീത രാജയോഗം, അല്ലെങ്കിൽ ഗജകേസരി യോഗം എന്നൊക്കെ പറയുന്ന മഹാഭാഗ്യം ഈ 9 നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ലോട്ടറി അടിക്കാം, ചിട്ടി അടിക്കാം, ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ പൂർവിക സ്വത്ത്, ഇങ്ങനെ പണം വരാൻ ഒരുപാട് വഴികൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടും. ഇനി നമുക്ക് ആ 9 നക്ഷത്രങ്ങളെ ഓരോരുത്തരായി പരിശോധിക്കാം. അതിൽ ആദ്യത്തെ 3 നക്ഷത്ര ജാതകരിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ള, നേട്ടമുള്ള, സർവ്വസൗഭാഗ്യത്തിലെത്തുന്ന ആദ്യത്തെ 3 നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. മേടക്കൂറുകാരായ ഇവർക്ക് ഈ 21 ദിവസത്തിനുള്ളിൽ കേൾക്കാൻ പോകുന്നത് ശുഭവാർത്തകളാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധി മാറും. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് വിസ ലഭിക്കും. അശ്വതി നക്ഷത്ര ജാതകർക്ക് പെട്ടെന്നുള്ള ധനലാഭമാണ് കാണുന്നത്. ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവർക്ക് വിജയമുറപ്പാണ്. കിട്ടാനുള്ള പണം ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് ലഭിക്കും. ഇവരൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ്. സൂര്യൻ്റെ നക്ഷത്രമാണ്. ഇവർ ഇനി രാജാവിനെ പോലെ ജീവിക്കും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയമുണ്ടാകും. ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ 21 ദിവസത്തിനുള്ളിൽ പാസ്സായി കിട്ടും. സ്വന്തമായി വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർക്ക് അതിനുള്ള പണം പല വഴികളിലൂടെ വന്നു ചേരും. സ്വർണം വാങ്ങിക്കൂട്ടാൻ യോഗമുള്ള സമയം കൂടിയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇത്. എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിയുന്നു. നിങ്ങളൊരു ശ്രീകൃഷ്ണ ഭക്തനാണ് എങ്കിൽ ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രമാണ്. മനസ്സമാധാനം തിരികെ ലഭിക്കും. കുടുംബത്തിലെ കലഹങ്ങൾ മാറി ഐശ്വര്യം വരും. രോഹിണി നക്ഷത്ര ജാതകർക്ക് ബിസിനസ്സിൽ വലിയ ലാഭം 21 ദിവസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാൻഡാകാം, ഗോൾഡാകാം, വലിയൊരു തുക കയ്യിൽ വന്നു ചേരും. ഈ നക്ഷത്ര ജാതകർക്കൊക്കെയും സമയം അനുകൂലമാണ്. എന്നാൽ ചിലർക്ക് ജാതകത്തിൽ ചൊവ്വാദോഷമോ അല്ലെങ്കിൽ സർപ്പദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടേണ്ട ഭാഗ്യം കൈവിട്ടു പോകാം.
അതുകൊണ്ട് നിങ്ങളുടെ കൃത്യമായ ഭാവി അറിയാനും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ ജനന തീയതിയും സമയവും അയച്ചാൽ മാത്രം മതി. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജാതകം നോക്കി തരുന്നതാണ്. അടുത്ത നക്ഷത്രം പുണർതമാണ്. ശ്രീരാമൻ്റെ നക്ഷത്രമാണ്. നഷ്ടപ്പെട്ടതെല്ലാം പലിശ സഹിതം തിരിച്ചു പിടിക്കുന്ന 21 ദിവസങ്ങളാണ് ഇവർക്ക് വരുന്നത്. പലരും നിങ്ങളെ എഴുതിത്തള്ളിയിട്ടുണ്ടാകാം. എന്നാൽ അവർക്ക് മുന്നിൽ തലയുയർത്തി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വലിയൊരു സാമ്പത്തിക സ്രോതസ്സ് നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. അത് ചിലപ്പോൾ പുതിയൊരു ജോലിയാകാം, അല്ലെങ്കിൽ ബിസിനസ് ആകാം, വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്ന കാര്യവുമാകാം. ഏതായാലും പുണർത നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ്. ശിവപാർവതി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പുണർത നക്ഷത്ര ജാതകർ മുന്നോട്ട് പോവുക. ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവ്വസൗഭാഗ്യത്തിൻ്റെയും സമയമാണ്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ബുധൻ്റെ നക്ഷത്രമായ ആയില്യം, ബുദ്ധിശക്തി കൊണ്ട് ഇവർ പണം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഷെയർ മാർക്കറ്റ്, ട്രേഡിംഗ് എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ 21 ദിവസം ചാകരയാണ്. അപ്രതീക്ഷിതമായി വലിയൊരു തുക ഇവർക്ക് കയ്യിൽ വന്നു ചേരും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വലിയ ആശ്വാസം ലഭിക്കും. ആയില്യം നക്ഷത്രക്കാർക്ക് ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുന്ന ഒരു അത്ഭുതം കാണാം. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. ഇവരൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് രാജയോഗമുള്ള നക്ഷത്രമാണ് ഉത്രം. പേരും പ്രശസ്തിയും ഇവരെ തേടിയെത്തും. തൊഴിൽ സ്ഥാനത്ത് പ്രമോഷൻ ഉണ്ടാകും. ശമ്പള വർധനവുണ്ടാവും. 21 ദിവസത്തിനുള്ളിൽ അപ്രതീക്ഷിതമായ ഭാഗ്യം ഇവരെ തേടി വരും. മക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. അതിനായി കരുതി വെച്ച പണം വർദ്ധിക്കും. ഉത്രം നക്ഷത്ര ജാതകരുടെ വാക്കിന് കുടുംബത്തിൽ വലിയ വിലയുണ്ടാവുന്ന സമയം തന്നെയാണ്. ഭാഗ്യവും നേട്ടവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയം. അടുത്ത നക്ഷത്രം ചോതിയാണ്. ആഡംബര ജീവിതം നയിക്കാൻ യോഗമുള്ളവരാണ്. ഈ 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പുതിയ ഒരു തലത്തിലേക്ക് നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും. പുതിയ ഇലക്ട്രോണിക് സാധനങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ വാങ്ങും. ചോതി നക്ഷത്രക്കാർക്ക് സ്ത്രീജനങ്ങൾ വഴി ധനലാഭമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലോട്ടറി എടുത്താൽ അടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് ചോതി. എല്ലാ രീതിയിലും ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യവും ഇവരെ തേടി വരും. ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ചോതി നക്ഷത്ര ജാതകർ. ഗുരുവായൂരൊക്കെ ദർശനം നടത്തണം. ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ചോതി നക്ഷത്ര ജാതകർ. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രം. ഈ പട്ടികയിൽ ഏറ്റവും കൂടുതൽ കോടികൾ സമ്പാദിക്കാൻ യോഗമുള്ളത് ഒരുപക്ഷേ തിരുവോണ നക്ഷത്ര ജാതകർക്കാകാം. നിധി കിട്ടുന്നത് പോലെ പണം കയ്യിൽ വരും. ഭൂമി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും വലിയൊരു സ്വത്ത് നിങ്ങളുടെ പേരിൽ ആവുകയും ചെയ്യും. 21 ദിവസത്തിനുള്ളിൽ തിരുവോണ നക്ഷത്ര ജാതകർക്ക് വിദേശത്ത് നിന്നും നല്ല വാർത്തകൾ കേൾക്കാം. 9ാമത്തെ നക്ഷത്രം, അവസാനത്തെ നക്ഷത്രം രേവതിയാണ്. എല്ലാം ശുഭമായി അവസാനിക്കും. ഏറ്റവും വലിയ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നവരാകും രേവതി നക്ഷത്ര ജാതകർ. എന്നാൽ ഇനി കരകയറുകയാണ്. സാമ്പത്തികമായ വലിയൊരു സഹായം നിങ്ങൾക്ക് ലഭിക്കും. കടങ്ങൾ ഓരോന്നായി വീട്ടിൽ തുടങ്ങാൻ സാധിക്കും. രേവതി നക്ഷത്ര ജാതകർക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകും. ഈ 9 നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രം വന്നില്ലേ? വിഷമിക്കേണ്ട. നിങ്ങളുടെ ജാതകത്തിൽ സമയം നല്ലതാണെങ്കിൽ നിങ്ങളും കോടീശ്വരനാകും. അതറിയാനാണ് ജാതകം നോക്കണമെന്ന് പറയുന്നത്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വാട്സാപ്പ് ചെയ്യൂ. നിങ്ങളുടെ സംശയങ്ങൾ എന്തുതന്നെയായാലും ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ 9 നക്ഷത്രക്കാർക്കും വൻ രാജയോഗമാണ് വരുന്നത്. പക്ഷേ അഹങ്കാരം പാടില്ല. ഈ 21 ദിവസവും രാവിലെ വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. കിട്ടുന്ന പണത്തിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് നൽകുക. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതം 21 ദിവസത്തിനുള്ളിൽ മാറി മറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാതകം നോക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്പർ സേവ് ചെയ്യുക, വാട്സാപ്പ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നന്ദി, നമസ്കാരം.